നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ അധ്യായം 3 കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇതുവരെ 5 ശ്ലോകങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. 5-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, ഒരു ജീവിക്കും ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല. പ്രകൃതിയിൽ നിന്ന് ജനിച്ച സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതമായി കർമ്മം ചെയ്യുവാൻ നിർബന്ധനായി തീരുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അടുത്ത ശ്ലോകം എന്താണ് നമുക്ക് നോക്കാം. ശ്ലോകം 6. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തി മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചരസ് ഉച്യതേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ, ബലം പ്രയോഗിച്ച് കർമ്മേന്ദ്രിയങ്ങളെ നിരോധിക്കുകയോ മനസ്സുകൊണ്ട് ഇന്ദ്രിയ ഭോഗങ്ങളെ സ്മരിക്കുകയോ ചെയ്യുന്ന മൂഢബുദ്ധികളെ മിഥ്യാചാരികൾ എന്ന് വിളിക്കുന്നു. ഇതാണ് ബലം പ്രയോഗിച്ച് കർമ്മേന്ദ്രിയങ്ങളെ നിരോധിക്കുന്നവനെ. അതായത് ഈ ശ്ലോകത്തിൽ ദംഭികളായവരുടെ മൂഢതയെക്കുറിച്ചാണ് പറയുന്നത്. ഇവർ കർമ്മേന്ദ്രിയങ്ങളെ തടഞ്ഞു നിർത്തുന്നു, എന്നാൽ ജ്ഞാനേന്ദ്രിയം കൊണ്ട് വിശേഷിച്ച് മനസ്സുകൊണ്ട് ഭോഗങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നു. എന്നാൽ പുറത്ത് സന്യാസിമാരെ പോലെ ജീവിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒരു നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ, ഉച്ച സന്യാസികളായ ഇവർക്ക് അധോഗതി മാത്രമേ ഉണ്ടാകൂ. ശരീരം കൊണ്ട് കർമ്മം ചെയ്യാതിരുന്നാൽ സിദ്ധി ലഭിക്കുമെന്നത് വെറും ഭ്രമം മാത്രമാണ്. കഴിഞ്ഞ ശ്ലോകങ്ങളിലും നാം ഭഗവാൻ പറഞ്ഞത് കേട്ടതാണ്. വെറും സന്യാസി വേഷം ധരിച്ചതുകൊണ്ട് മാത്രം ജ്ഞാനം ലഭിക്കുകയില്ല, ജ്ഞാനസിദ്ധി ലഭിക്കുകയില്ല എന്ന്. ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞ് സന്യാസിയുടെ വേഷം കെട്ടി നടന്നാൽ, കർമ്മം ചെയ്യാതിരുന്നാൽ ഒരിക്കലും സിദ്ധി ലഭിക്കുകയില്ല. മനസ്സിലായില്ലേ? വെറുതെ ഞാൻ ഒരു കാഷായ വസ്ത്രം ധരിച്ച് ഞാൻ സന്യാസിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന അനവധി ആൾക്കാരുണ്ട്. അങ്ങനെ സന്യാസിയായി കഴിഞ്ഞാൽ അവർ കർമ്മവും ചെയ്യേണ്ട എന്നാണ് അവരുടെ ചിന്ത. അത് തെറ്റാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിലും ഇത് പറഞ്ഞിരുന്നു. പ്രകൃതിയിൽ നിന്ന് ജനിച്ച സത്വ രജസ് തമോ ഗുണങ്ങൾ, ഈ 3 ഗുണങ്ങൾക്ക് ആശ്രയിച്ചാണ് നാം ജീവിക്കുന്നത്. രജസ് തമോ ഗുണങ്ങളുടെ അതിനനുസരിച്ച് നാം കർമ്മം ചെയ്യാൻ നിർബന്ധിതരായി തീരും. കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതെ ഒരുവനും ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ശ്ലോകമാണ്. വളരെ ലളിതമായി ഭഗവാൻ പറയുന്നു. ഇനി അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാൻ ഭഗവാൻ നമുക്ക് ഭാഗ്യം തരട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. ശുഭസുദിനം പറഞ്ഞെങ്കിലും ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയില്ല. കർമ്മം എൻ്റെ ഗുരുനാഥൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർമ്മങ്ങൾ കൊണ്ട് താൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ
കടമകൾ ചെയ്യാത്ത മർത്യന് പിന്നെയും കടമാണ് കടമയെന്നോർമ്മ വേണം. ഈ 4 വരികളിൽ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം, അതിൻ്റെ അന്തസ്സത്ത ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഇത് പച്ച മലയാളമാണ്. കേട്ടാൽ സംസ്കൃതമാണെന്നൊക്കെ സംസ്കൃതമൊന്നും അങ്ങനെയൊന്നും പോണ്ട. പച്ച മലയാളത്തിലുള്ളൊരു കർമ്മം, ഒരു 2-4 വരികളാണ്. ഈ പറഞ്ഞത് തന്നെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് നിർബന്ധിതരായി കർമ്മം ചെയ്യാൻ നിർബന്ധിതരായി തീരുന്നു എന്ന് പറഞ്ഞത് വളരെ ലളിതമായി ഗുരുനാഥൻ പറഞ്ഞിരിക്കുകയാണ്. ഇവർക്കും ശുഭസുദിനം നേരുന്നു.